ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ BSc ഫിസിക്സിൻ്റെ PYQs ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4th സെമസ്റ്ററിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും PYQസിനായിട്ട് നിങ്ങൾക്ക് യൂണിപ്രപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആണ്. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂണിപ്രപ്പിൽ ജോയിൻ ചെയ്യാം. ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് 2-ലെ AC സർക്യൂട്ടിൽ പാർട്ട് ബിയിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ AC സർക്യൂട്ടിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലേ പ്രധാനമായിട്ടും ഇതിൽ നിന്ന് വരുന്ന അതായത് ഈ പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, എന്താണ് പ്രോബ്ലംസ്? പാർട്ട് ബിയിൽ കുറച്ചധികം പ്രോബ്ലംസ് എന്ത് ചെയ്തിട്ടുണ്ട്, AC സർക്യൂട്ടിൻ്റെ പാർട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രോബ്ലംസ് ആയിട്ട് നോക്കാം. നമ്മൾ ഫസ്റ്റ് എടുത്തേക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് 2022 പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 50 ohm ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് 0.3 ഹെൻറി ആൻഡ് എ കപ്പാസിറ്റർ ഓഫ് 40 മൈക്രോഫാരഡ് ഇൻ സീരീസ് ആൻഡ് ഈസ് സപ്ലൈഡ് വിത്ത് 200 volt അറ്റ് 50 hertz. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു സീരീസ് സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിൽ ആരൊക്കെയുള്ള റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, സപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ എന്ത് തന്നിട്ടുണ്ട്, വോൾട്ടേജ് വാല്യൂ, അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇംപെഡൻസാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നിട്ടുള്ള വാല്യൂസ് ഒന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ഒന്ന് മാറ്റി ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? റെസിസ്റ്റർ R = എത്രയാണ് തന്നിട്ടുള്ളത്? 50 ohm അല്ലേ. നമ്മുടെ ഇൻഡക്റ്റൻസ്, ഓക്കെ, ഇൻഡക്റ്റൻസ് L = 0.3 ഹെൻറി ആൻഡ് കപ്പാസിറ്റർ എത്രയാണ്? കപ്പാസിറ്റൻസ് എത്രയാണ്? 40 മൈക്രോഫാരഡ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 40 × 10⁻⁻6 ഫാരഡ് വരും. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തന്നിട്ടുള്ളത് എന്താ, ഇപ്പോൾ എന്തെങ്കിലും മൈക്രോ ആണോ മില്ലി ആണോ അങ്ങനെ എന്തെങ്കിലും വാല്യൂലുള്ളതൊന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും ഡെസിമൽ പോയിന്റ് മാറിക്കഴിഞ്ഞാൽ എപ്പോഴും തെറ്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും തന്നിട്ടുള്ളത് മൈക്രോയിലാണോ അല്ലെങ്കിൽ കറക്റ്റ് യൂണിറ്റിലാണോ അല്ല മൈക്രോ മില്ലി മെഗാ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. നമുക്ക് തന്നിട്ടുള്ള വേറെ കാര്യം എന്താണ്? വോൾട്ടേജ് V = എത്ര തന്നിട്ടുള്ള 200 volt. അതിൻ്റെ ഫ്രീക്വൻസി എത്ര തന്നിട്ടുള്ളത്? ഫ്രീക്വൻസി F = 50 hertz. ഓക്കെ, എന്താ ചോദിച്ചിട്ടുള്ളത്? ഇംപെഡൻസ് Z ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്? സീരീസ് LCR സർക്യൂട്ടാണ്. അതിൽ ഇംപെഡൻസാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ഇംപെഡൻസ് കാണുക? ഒരു LCR സർക്യൂട്ടിലെ ടോട്ടൽ ഇംപെഡൻസ് സെഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? Z = √R² + XL - XC² ഇതായിരുന്നല്ലോ നമ്മുടെ ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ കാര്യത്തിലൊന്നും ഡെറിവേഷനൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഇക്വേഷൻ, ഇംപെഡൻസ് കാണുന്ന ഇക്വേഷൻ, അതായത് ഇപ്പോൾ ഒരു സർക്യൂട്ടിലെ ടോട്ടൽ ഇംപെഡൻസ് കാണുന്ന ഇക്വേഷൻ ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ ഒരു തരത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കാൻ പാടില്ല. എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. നമ്മുടെ ടോട്ടൽ ഇംപെഡൻസ് ഇക്വേഷൻ ഇതാണ്. കാർ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് 50 ohm. XL-ഉം XC, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും അതേപോലെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ XL ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XLൻ്റെ ഇക്വേഷൻ എന്തായിരുന്നല്ലോ? XL നമുക്ക് ωL ആയിരുന്നല്ലോ. ωL അല്ലെങ്കിൽ L⍵. ഈ ഒമേഗ എന്താണ്? ഒമേഗ = എന്താണ്? 2πf. എഫിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഞാൻ എനിക്ക് ഇക്വേഷൻ എന്ത് എഴുതാം, ഞാൻ 2πf L എന്ന് എഴുതാം കേട്ടോ ഇതിനെ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓരോ വാല്യൂസായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരിക 2 × എന്താ വരിക, പൈൻ്റെ വാല്യൂ ഞാൻ 3.14 ആയിട്ട് എടുക്കുകയാണ്. 2 × 3.14 എന്താ വരിക, ഫ്രീക്വൻസി എത്രയായിരുന്നു? നമ്മുടെ 50 hertz വരും. ആൻഡ് L ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0.3 ഹെൻറി. ഇതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരിക, നമുക്ക് എന്ത് ചെയ്യാം, 50 × 0.3, അതിനെനിക്ക് 3 × 5 ആയിട്ട് എഴുതാം. 3 × 5 15 വരും. നമുക്കിതിന് എന്ത് ചെയ്യാം, 30 × 3.4 എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ,
30 ഇൻറ്റു 3.4 എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 94.2. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എനിക്ക് കിട്ടുക എക്സ് എൽ ഈക്വൽ ടു 94.2 ആണ്. ഇനി എനിക്ക് എന്താ കാണേണ്ടത്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. എന്താണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാറ്? എക്സ് സി വെച്ചിട്ടുള്ളത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. എന്നിട്ട് അതിൻ്റെ വാല്യൂ എന്തായിരുന്നു? 1/ωc അല്ലേ? നേരത്തെ ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 1/2πf ഇൻറ്റു സി എന്ന് എഴുതാൻ പറ്റുമല്ലോ. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/2 ഇൻറ്റു 3.14 ഇൻറ്റു എന്താ വരിക? നമ്മുടെ 50. ആൻഡ് കപ്പാസിറ്റൻസ് എത്ര നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? 40 മൈക്രോ ഫാരഡ് അല്ലേ? ആൻഡ് വി ക്യാൻ റിട്ടേൺ ഇറ്റ് ആസ് 40 ഇൻറ്റു 10⁻⁶ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വാല്യൂ വരെ വെച്ചിട്ടുണ്ടെങ്കിൽ 1/0.01256 ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെറിയ എന്തുണ്ടാവും? ചെറിയ ഡെസിമൽ പോയിൻറ്റിൻ്റെ വ്യത്യാസങ്ങളൊക്കെ കാണും കേട്ടോ. എന്താ നമ്മൾ പൈ എടുക്കുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പൈ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി ഡെസിമൽ പോയിൻറ്റ് വെച്ചായിരിക്കും ചെയ്യുക. നമ്മളല്ലാതെ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 3.14 എടുത്തിട്ടായിരിക്കും ചെയ്യുക. ആ കൈൻഡ് ഓഫ് ചെറിയ എന്താ എറേഴ്സ് കാണും. ആൻഡ് അതെന്തല്ല ദാറ്റ് വാലിഡ് ആയിട്ടുള്ള എറേഴ്സ് അല്ല കേട്ടോ. ആൻഡ് ഇത് 1/0.01256 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 79.577. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കിട്ടി, അതേപോലെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കിട്ടി. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ടോട്ടൽ ഇമ്പഡൻസിൻ്റെ ഇക്വേഷനിലേക്ക് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. നമ്മുടെ ടോട്ടൽ ഇമ്പഡൻസ് സെറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ അല്ലായിരുന്നോ? അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വരിക റൂട്ട് ഓഫ് 50 ഓം ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. 50² പ്ലസ് എന്ത് വരും? പ്ലസ് നമ്മുടെ 94.2 മൈനസ് 79.577 എന്താ വരിക? ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? റൂട്ട് ഓഫ് 50² പ്ലസ് എന്താ വരിക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ടിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്ന ആൻസർ 14.623 വരും കേട്ടോ. 623 ഹോൾ സ്ക്വയർ. ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 52.09 ആണ്. ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 52.1 ഓം. ഇമ്പഡൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇമ്പഡൻസ് അല്ലെങ്കിൽ ടോട്ടൽ ഇമ്പഡൻസ് ഓഫ് ദ സർക്യൂട്ട് വരിക. നമുക്കിതിൽ എന്തൊക്കെയാണ് നമുക്ക് യൂസ് ആയിട്ട് വന്നിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്? ടോട്ടൽ ഇമ്പഡൻസിൻ്റെ ഇക്വേഷൻ ആൻഡ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ, അതേപോലെ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻസ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ സെറ്റിൻ്റെ ഇക്വേഷൻ പഠിക്കണം, എക്സൽ പഠിക്കണം, ആൻഡ് എക്സി പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരിക്കലും എന്ത് ചെയ്യരുത്? മറക്കാൻ പാടില്ല കേട്ടോ. ഇക്വേഷൻസ് ഇത് വെച്ചിട്ടാണ് മിക്കവാറും പ്രോബ്ലംസ് ഇതിൽ ചോദിക്കാറുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതും എന്താണ്? 2022 പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. An alternating voltage of 10 volt at 100 hertz is applied to a choke of inductance 5 Henry. Okay, and a resistance 200 ohm. Determine the power factor of the coil. Okay, എന്ത് സർക്യൂട്ടാണ്? എന്തൊക്കെയാണ് സർക്യൂട്ടിലുള്ള സർക്യൂട്ട് എലമെൻറ്റ്സ്? ചോക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡക്ടർ ആൻഡ് എ റെസിസ്റ്റർ. അപ്പോൾ ഇതെന്ത് സർക്യൂട്ടാണ്? ഇതൊരു LR സർക്യൂട്ടാണ്. ആൻഡ് എന്താ അതിൽ സപ്ലൈ ചെയ്തിരിക്കുന്നത്? ഒരു AC വോൾട്ടേജ് ആണ്. ആൻഡ് AC വോൾട്ടേജ് എന്താണ്? 10 വോൾട്ട് ആൻഡ് 100 ഹെർട്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ തന്നിട്ടുള്ള കാര്യങ്ങളും എന്താണോ കാണേണ്ടത് അതൊന്ന് മാറ്റി എഴുതി നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് എന്താണ്? വോൾട്ടേജ് എത്രയാണ് തന്നിട്ടുള്ളത്? 10 വോൾട്ടേജ് 10 വോൾട്ട് ആൻഡ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 100 ഹെർട്സ്. ഓക്കെ, ഇൻഡക്റ്റൻസ് എത്ര തന്നിരിക്കുന്നത്? ഇൻഡക്റ്റൻസ് L ഈക്വൽ ടു 5 ഹെൻറി. ഓക്കെ, 5 ഹെൻറി ആണ്. ആൻഡ് റെസിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുള്ളത്? R ഈക്വൽ ടു 200 ഓം. ഓക്കെ, എന്താ കാണേണ്ടത്? പവർ ഫാക്ടറാണ്. ഓക്കെ, പവർ ഫാക്ടർ PF അല്ലെങ്കിൽ എന്താണ്?
കോസ് 5 ആണല്ലോ നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. കോസ് 5 ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഞാൻ കോസ് 5ൻ്റെ ഇക്വേഷൻ എഴുതാം, എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കോസ് 5 എന്ന് വെച്ചാൽ എന്തായിരുന്നു ശരിക്കും? കോസ് 5 ഈക്വൽ ടു എന്ത് എഴുതായിരുന്നു നമുക്ക്? R/Z എന്ന് എഴുതായിരുന്നല്ലോ. സെഡ് എന്തായിരുന്നു? ടോട്ടൽ ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട്. നമുക്ക് തന്നിട്ടുള്ള സർക്യൂട്ട് എന്താണ്? എല്ലാ സർക്യൂട്ടാണ്. എല്ലാ സർക്യൂട്ടിലെ ടോട്ടൽ ഇംപെഡൻസ് സെഡ് എന്തായിരിക്കും വരിക? എന്തായിരിക്കും വരിക? √R² പ്ലസ് അവിടെ എന്താ ഉള്ളൂ? ഇൻഡക്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്താ വരിക? XL². ഇതാണ് നമ്മുടെ ടോട്ടൽ ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത്. എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യും, ഇതിൽ R നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, എനിക്ക് എന്ത് കണ്ടാൽ മതി? XL കണ്ടാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? XL കാണാൻ നോക്കാം കേട്ടോ. XLൻ്റെ വാല്യൂ എന്തായിരുന്നു? XL ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 2πFL എന്ന് എഴുതാമല്ലോ. 2πFL 2 × 3.14 ഇൻറ്റു എന്താണ്? ഫ്രീക്വൻസി എത്ര തന്നിട്ടുള്ളത്? 100 ഹെർട്സ് ആണല്ലോ. 100 ഹെർട്സ്. ആൻഡ് എൽ എത്ര തന്നിട്ടുള്ളത്? നമ്മുടെ എൽ 5 ഹെൻറി ആട്ടോ തന്നിട്ടുള്ളത്. ശരിക്കും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സാധാരണ ക്വസ്റ്റ്യൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൽ എന്താണ് കുറച്ച് കൂടുതൽ, ഇൻഡക്റ്റൻസ് കുറച്ച് കൂടുതലായിട്ട് തന്നിട്ടുള്ളത്. സാധാരണ പോയിൻറ്റ് വാല്യൂസ് ആയിരുന്നു നമുക്ക് തരാറ്. ഇതെന്താണ്? ഒരു നോർമൽ ഇൻഡിവിജ്വൽ വാല്യൂ തന്നിട്ടുള്ളത് 5 ഹെൻറി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? XLൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 3141.59. ഓക്കെ, ഇതാണ് എൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സെഡ് കാണാം. സെഡ് എന്തായിരുന്നു നമുക്ക്? R² പ്ലസ് XL² ആണല്ലോ. R എത്രയാണ് തന്നിട്ടുള്ളത് ഓർമ്മയുണ്ടോ? R ഈക്വൽ ടു 200 ഓം ആയിരുന്നല്ലോ. അപ്പോൾ R ഈക്വൽ ടു 200 ഓം, 200² പ്ലസ് ഈ വാല്യൂവിൻ്റെ സ്ക്വയർ. ഇത് കുറച്ച് വലിയ വാല്യൂ ആണ്, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. സോ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. 3141² ആൻഡ് നമ്മളിതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞത് നോക്കിയേ. 200ൻ്റെ സ്ക്വയർ. ഓക്കെ, 200ൻ്റെ സ്ക്വയറും 3141.59ൻ്റെ സ്ക്വയറും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആൻസർ വരിക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3147.94. ഇതാണ് എൻ്റെ ടോട്ടൽ ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇംപെഡൻസ് എന്താണ്, കുറച്ച് വലിയ വാല്യൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സാധാരണ എന്താണ്, ഇപ്പോൾ എത്രയാണോ റെസിസ്റ്റൻസ് ഏതാണ്ട് അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള അത്രയും ഡെസിമൽ പോയിൻ്റ് തന്നെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതാണ്ട് അതേ വാല്യൂസ് ആ റേഞ്ചിൽ വരുന്ന വാല്യൂസ് ഉള്ളതാണ് നമുക്ക് ടോട്ടൽ ഇംപെഡൻസ് കിട്ടാറ്. പക്ഷേ ഇതെന്താണ് കുറച്ച് വലിയ വാല്യൂ ആട്ടോ അത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഇംപെഡൻസ് കിട്ടി. എന്ത് ചെയ്താൽ മതി? നമുക്ക് പവർ ഫാക്ടർ cos 5 കാണാം. PF ഈക്വൽ ടു cos 5 കൂടി എഴുതാം. cos 5 ഈക്വൽ ടു എന്തായിരുന്നു? R/Z ആണ്. R എത്രയാണ്? 200 ഡിവൈഡ് ബൈ 3147.94. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താ വരിക എന്നറിയോ? 0.0635. നോക്കിയേ, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറിയ വാല്യൂ. ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ്? ഒരു 0.7 അല്ലെങ്കിൽ 0.6 ഗ്രേറ്റർ ആയിട്ട് വരുന്നതാണ് നമ്മൾ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് പവർ ഫാക്ടർ ഒരു നല്ല സർക്യൂട്ടിൽ. ഓക്കെ, ഈ സർക്യൂട്ടിൽ നമുക്ക് തന്നിട്ടുള്ള സർക്യൂട്ടിൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറിയ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ വാല്യൂ വരാൻ കാരണം എന്താണ്? നമ്മുടെ XL എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ R-നെക്കാട്ടും ലാർജർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? ഒരു ഹൈലി ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. അതുകൊണ്ടാണ് എന്താ പവർ ഫാക്ടർ കുറച്ച് കുറവായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പവർ ഫാക്ടർ കിട്ടി. അപ്പോൾ ഇതിലും എന്താണ് നമുക്ക് യൂസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്യൂട്ടിലെ ടോട്ടൽ ഇംപെഡൻസ് കാണുന്ന ഇക്വേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പവർ ഫാക്ടർ ചോദിക്കാനാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം cos 5ൻ്റെ അതായത് R/Z എന്ന് പറയണം പവർ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ അറിയണം. ആൻഡ് സെഡ് കാണാനുള്ള ഒരു സർക്യൂട്ടിലെ ടോട്ടൽ ഇംപെഡൻസ് കാണാനുള്ള ഇക്വേഷനും അറിയണം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2023 പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും എന്താണ്? ഒരു പ്രോബ്ലം തന്നെയാണ്. പ്രോബ്ലം എന്താണെന്ന് നോക്കാം. എ ലാർജ് കോയിൽ ഓഫ് ഇൻഡക്റ്റൻസ് 1.405 ഹെൻറി ആൻഡ് എ റെസിസ്റ്റൻസ് 40 ohm is connected in series with a capacitor of 20 microfarad. Determine the frequency at which the circuit resonates. ഓക്കെ, എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ സർക്യൂട്ട് റെസണേറ്റ്സ്. റെസണേറ്റിംഗ് ഫ്രീക്വൻസി എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? ഒരു
നമ്മുടെ സീരീസ് എൽ സി ആർ സർക്യൂട്ടാണ്. എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് അതിൽ എന്തിട്ടുണ്ട്? ഓരോന്നിൻ്റെ വാല്യൂ, അതായത് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഓരോന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് എന്താ ചോദിച്ചേക്കണേ? ഫ്രീക്വൻസി. ഓക്കെ, നമുക്ക് എന്തറിയണം ഇതിൽ റെസൊണൻസ് കണ്ടീഷൻ എന്താണെന്ന് അറിയണം. ഞാൻ എന്ത് ചെയ്യാണ്? റെസൊണൻസ് കണ്ടീഷൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. റെസൊണൻസ് കണ്ടീഷൻ്റെ ഇക്വേഷൻ, ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F0 ഈക്വൽ ടു 1/2π√LC. ഈ ഇക്വേഷനും മറ്റുള്ള ഇമ്പഡൻസ് കാണുന്ന ഇക്വേഷനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. F0 ഈക്വൽ ടു എന്തെന്ന് പറയണത്? റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി F0 ഈക്വൽ ടു 1/2π√LC എന്ന് പറയുന്ന ഇക്വേഷൻ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, ആൻഡ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എല്ലിൻ്റെ സീൻ്റെ ഒക്കെ വാല്യൂ തന്നിട്ടുണ്ട്. ഇതിലെന്ത് വേണ്ട? നമുക്ക് റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്തല്ല, ഫ്രീക്വൻസിനെ എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യണില്ല. നമുക്ക് എന്ത് വേണ്ടതിൽ? റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ത് വേണ്ട? ഈ ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് വേണ്ട. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ ഓരോന്നായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് എന്തൊക്കെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? എൽ ഈക്വൽ ടു എന്താണ് തന്നിട്ടുള്ളത്? 1.405 ഹെൻറിയാണ് തന്നിട്ടുള്ളത്. ആൻഡ് R തന്നിട്ടുണ്ട്. R ഈക്വൽ ടു 40 ഓം തന്നിട്ടുണ്ട്. കപ്പാസിറ്റർ എത്രയാണ്? 20 മൈക്രോഫാരഡ്. 20 മൈക്രോഫാരഡ് എന്ന് വെച്ചാൽ എത്രയാണ്? 20 × 10⁻⁶ ഫാരഡ്. എപ്പോഴും കപ്പാസിറ്റർ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മിക്കവാറും മൈക്രോഫാരഡിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അതിന് എപ്പോഴും എന്ത് ചെയ്യണം? 20 × 10⁻⁶ എന്ന് മാറ്റി എഴുതണം. നേരെ എന്ത് ചെയ്ത് 20 തന്നെ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആ ഇക്വേഷനിൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. F0 ഈക്വൽ ടു 1/2π√1.405 × 20 × 10⁻⁶. ഓക്കെ, ഇതാണ് എൻ്റെ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി. ഇത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വരിക 1/0.0333 എന്ന് വരും. ഓക്കെ, ഇതങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകും. ആൻഡ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1/വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 30.02 ഹെർട്സ് ആയിരിക്കും കേട്ടോ. ഫ്രീക്വൻസിയാണ്. അപ്പോൾ എന്തിലായിരിക്കും? യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വൻസി ഹെർട്സിൽ. ഓക്കെ, അപ്പോൾ the resonating frequency of the circuit will be equal to 30.02 ഹെർട്സ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് യൂസ് ആയിട്ട് വന്നിട്ടുള്ള ഇക്വേഷൻ, റെസൊനേറ്റിംഗ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിച്ച് വെക്കാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2024 പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും എന്താണ്? പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, മിക്കവാറും എല്ലാ ഇയറിലും എന്ത് ചോദിച്ചിട്ടുണ്ട്? AC സർക്യൂട്ട് എന്നുള്ള സെക്ഷനിൽ ഒരു പ്രോബ്ലങ്ങളും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള സെക്ഷൻസിൽ ഇപ്പോൾ പാർട്ട് എയിലായിക്കോട്ടെ, പാർട്ട് സിയിലായിക്കോട്ടെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറില്ല AC സർക്യൂട്ടിൽ ചോദിക്കാറില്ല കേട്ടോ. ആൻഡ് താരതമ്യേന നമുക്ക് ചെയ്യാൻ എളുപ്പം ഉള്ളൊരു പ്രോബ്ലം സെക്ഷനും കൂടിയാണ് കേട്ടോ AC സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ചോക്ക് ഓഫ് 0.5 ഹെൻറി, a capacitance of 15 microfarad and a resistance of 100 ohm are connected in series across 200 volt 50 hertz main. Find the current in the circuit. ഓക്കെ, ഇതെന്താണ്? ഈ സർക്യൂട്ടിൽ ആരൊക്കെയുള്ളത്? ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. എന്താണ്? LCR സർക്യൂട്ട്. എന്താണ്? സീരീസ് LCR സർക്യൂട്ട് കണക്റ്റഡ് ഇൻ സീരീസ് തന്നിട്ടുണ്ട്. എത്ര നമുക്ക് വോൾട്ടേജ് എത്രയാണ് കൊടുത്തേക്കുന്നത്? 200 വോൾട്ട് 50 ഹെർട്സ് എന്താണ്? ഫ്രീക്വൻസി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ സർക്യൂട്ടിലെ കറണ്ടാണ്. ഓക്കെ, കറണ്ടാണ് ചോദിക്കുന്നത്. എന്താണ് നമ്മുടെ സർക്യൂട്ട്? എന്താണ്? LCR സീരീസ് സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ കറണ്ട് എങ്ങനെയായിരിക്കും കാണുക? ഇപ്പോൾ LCR സീരീസ് സർക്യൂട്ടാണല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നേരിട്ട് റെസിസ്റ്റൻസ് വെച്ച് കാണാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം? ആ സർക്യൂട്ടിലെ ടോട്ടൽ ഇമ്പഡൻസ് കാണണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇമ്പഡൻസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആ സർക്യൂട്ടിൻ്റെ കറണ്ട് കാണാൻ പറ്റുക. നമ്മുടെ കറണ്ട് എന്തായിരിക്കും? I ഈക്വൽ ടു എന്തായിരിക്കും വരിക? V/Z ആയിരിക്കില്ല വരിക, അല്ലേ? ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ആദ്യം ഒന്ന് മാറ്റി എഴുതാം. നമുക്ക് തന്നിട്ടുള്ളത് L ഈക്വൽ ടു എത്രയാണ്? 0.5 ഹെൻറി. ആൻഡ് നമ്മുടെ കപ്പാസിറ്റർ C ഈക്വൽ ടു 15 മൈക്രോഫാരഡ്. ഇതിൽ നോക്കിയാൽ മൈക്രോയിലാണ് തന്നിട്ടുള്ളത്. 15 മൈക്രോഫാരഡ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 15 × 10⁻⁻6 ഫാരഡ്. ആൻഡ് എ റെസിസ്റ്റർ എത്രയാണ്? R ഈക്വൽ ടു 100
ഓം. ഓക്കെ, ആൻഡ് വോൾട്ടേജ് തന്നിട്ടുള്ളത് 200 വോൾട്ട് ആൻഡ് എന്താണ് ഫ്രീക്വൻസി 50 ഹെർട്സ്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? നമ്മുടെ കറണ്ട് ഐ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആ സർക്യൂട്ടിലെ ടോട്ടൽ ഇംപെഡൻസ് സെറ്റ് കാണണം. സെറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? LCR സർക്യൂട്ടിൽ സെറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R², ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് പ്ലസ് XL, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മൈനസ് XC, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഹോൾ സ്ക്വയർ റൂട്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ടോട്ടൽ ഇംപെഡൻസ് കാണാനുള്ള ഇക്വേഷൻ. XL XC എനിക്ക് നേരിട്ട് തന്നിട്ടില്ലല്ലോ, എനിക്ക് ഓരോന്നായിട്ട് കാണണം. എൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് XL = 2πfL ആയിരുന്നല്ലോ അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് കാണാം? 2 × 3.14 ഇൻറ്റു ഫ്രീക്വൻസി എത്ര തന്നിട്ടുള്ളത്? 50. ഓക്കെ, 50 ഹെർട്സ്. 50 ഹെർട്സ് ഇൻറ്റു ഇൻഡക്റ്റൻസ് എത്ര തന്നിട്ടുള്ളത്? 0.5 ഹെൻറി ആയിരുന്നു. 0.5 ഹെൻറി. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫൈനൽ ആൻസർ വരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 157.08 ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 157.08 ആയിരിക്കും കേട്ടോ. അതിനെനിക്ക് എന്ത് കാണണം? ഇനി XC കാണണം, അതായത് എൻ്റെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാണണം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? XC = 1/2πfC ആയിരിക്കുമല്ലോ. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/2 × 3.14 ഇൻറ്റു ഫ്രീക്വൻസി 50 ആൻഡ് കപ്പാസിറ്റൻസ് എത്രയായിരുന്നു നമുക്ക് വന്നിട്ടുള്ളത്? കപ്പാസിറ്റൻസ് 15 മൈക്രോ ഫാരഡ് അല്ലേ തന്നിട്ടുണ്ടായിരുന്നത്? അപ്പോൾ 15 × 10⁻⁶. ഓക്കെ, ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 212.2 ഓം ആയിരിക്കും കേട്ടോ. ഓക്കെ, അതായത് 212.2 ഓം ആയിരിക്കും എനിക്ക് എന്ത് വരിക? നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വരിക. അപ്പോൾ എനിക്ക് എന്ത് കാണാം? ഇതിൽ നിന്ന് ടോട്ടൽ ഇംപെഡൻസ് കാണാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇംപെഡൻസ് എന്തായിരുന്നു? സെറ്റ് ഈക്വൽ ടു നേരത്തെ കണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇക്വേഷനിൽ R എന്തായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്? 100 ഓം അല്ലേ? അപ്പോൾ 100², അതായത് R² പകരം 100² പ്ലസ് XL എത്രയാണ് വന്നിട്ടുള്ളത്? 157.08 മൈനസ് എൻ്റെ 212.2 അതിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വരിക, അതായത് 100², അത് 100²ൻ്റെ സ്ക്വയർ എടുക്കുക, രണ്ട് മൈനസ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, അതിൻ്റെ റൂട്ട് എടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വരുന്ന ഫൈനൽ ആൻസർ എത്രയാണെന്ന് അറിയോ? 114.2. ഓക്കെ, 114.2 ഓം ആയിരിക്കും എൻ്റെ ആ സർക്യൂട്ടിലെ, ആ സീരീസ് LCR സർക്യൂട്ടിലെ ടോട്ടൽ ഇംപെഡൻസ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തോ കിട്ടി? എനിക്ക് ഈ സർക്യൂട്ടിലെ വോൾട്ടേജ് ഓൾറെഡി അറിയായിരുന്നു, ടോട്ടൽ ഇംപെഡൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എനിക്കിതിൽ നിന്ന് എന്ത് കാണാം? കറണ്ട് കാണാമല്ലോ. അപ്പോൾ കറണ്ട് കാണുന്നത് I = എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? I = V/Z ആയിരുന്നു. ആൻഡ് V/Z എന്ന് പറഞ്ഞാൽ V എത്രയായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? 200 വോൾട്ട് ആയിരുന്നു. 200 വോൾട്ട് തന്നിട്ടുണ്ട്. സെറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടി 114.2, 114.2 കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ രണ്ടിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് അറിയോ? 1.75. ഓക്കെ, കറണ്ട് അല്ല, അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ആംപിയർ. ഇതാണ് എൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിട്ടുള്ളത് LCR സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്. കറണ്ടിൻ്റെ വാല്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നേരെ ആ സർക്യൂട്ടിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ അതിൽ റെസിസ്റ്റൻസ് ചെയ്യാൻ പാടില്ല. LCR സർക്യൂട്ടാണ്, ഇൻഡക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. ആൻഡ് എന്ത് ചെയ്യണം? അതിൽ ടോട്ടൽ ഇംപെഡൻസ് കാണണം. ആ ഇംപെഡൻസ് കാണാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കാണണം, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാണണം, ആൻഡ് ടോട്ടൽ ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് മൊത്തമായിട്ട് ചെയ്യുന്ന സമയത്ത് AC സർക്യൂട്ട് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ സർക്യൂട്ട്, നമുക്ക് LCR സർക്യൂട്ട് ഉണ്ട്, LR സർക്യൂട്ട് ഉണ്ട്, CR സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഈ ഓരോന്നിലെ എന്ത് കാണണം? ടോട്ടൽ ഇംപെഡൻസ് കാണാനുള്ള ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. ഓക്കെ, ടോട്ടൽ ഇംപെഡൻസ് സെറ്റ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കണം. ആൻഡ് ഇപ്പോൾ ഓരോ സർക്യൂട്ടിലും LCR ഉണ്ട്.
അപ്പോൾ എന്തൊക്കെ അറിയണം? ടോട്ടൽ ഇമ്പഡൻസ് കാണുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ അറിയണം നമുക്ക്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL കാണാനുള്ള ഇക്വേഷൻ അറിയണം, ആൻഡ് XC കാണാനുള്ള ഇക്വേഷൻ അറിയണം. ഓക്കെ, അപ്പോൾ ഇമ്പഡൻസ്, കറണ്ട്, ഇത്രയൊക്കെയാണ് കാണാൻ പറഞ്ഞെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതിപ്പോൾ പവർ ഫാക്ടറാണ് കാണാൻ പറഞ്ഞതെങ്കിലും നമുക്ക് ഇതൊക്കെ യൂസേജ് വരുന്നുണ്ട്. ആൻഡ് പവർ ഫാക്ടർ ഇക്വേഷൻ എന്തായിരുന്നു? പവർ ഫാക്ടർ ഇക്വേഷൻ cos φ = R/Z ആയിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് AC സർക്യൂട്ടിൻ്റെ കേസിൽ പറയാനുള്ളത്. താങ്ക് യു.